എന്ത് ചെയ്തു അതിന്റെ 50 ടൈംസ് എങ്കിലും ചാണ്ടി ഉണ്ടായിരിക്കാം ഇപ്പം. ഫലസ്തീനിലെ ഗാസയിൽ ആക്രമണം തുടർന്ന ഇസ്രായേൽ. അവശ്യ സാധനങ്ങളുമായി പോയ ഗ്ലോബൽ ഫ്ലോട്ടില്ലയുടെ 8 ബോട്ടുകൾ ഇസ്രായേൽ നാവികസേന തടഞ്ഞു. നെറ്റ്സാരിം ഇടനാഴിയും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു. ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന ജനങ്ങൾ ഉടൻ സ്ഥലം വിട്ടുപോകണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് നിർദ്ദേശിച്ചു. അവശ്യ സാധനങ്ങളുമായി ഗാസയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടില്ലയുടെ 8 ബോട്ടുകൾ ഇസ്രായേൽ നാവികസേന തടഞ്ഞത്. ഡയർ യാസീൻ അഥവാ മാലി, ഹുഗ, സ്പെക്ടർ, അഡാര, അൽമ, സിറിയസ്, അറോറ, ഗ്രാൻഡെ ബ്ലൂ എന്നീ ബോട്ടുകളാണ് ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതെന്ന് സുമുദ് ഫ്ലോട്ടില്ല അവരുടെ ഔദ്യോഗിക എക്സ്പോസ്റ്റിൽ കുറിച്ചു. ഫ്ലോട്ടിലേക്ക് എതിരെ നടപടി പാടില്ലെന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം തള്ളിക്കൊണ്ടാണ് ഇസ്രായേലിന്റെ നടപടി. പിടിച്ചെടുത്ത ബോട്ടിൽ സാമൂഹിക പ്രവർത്തകയായ ഗ്രെറ്റ തുൻബെർഗ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഇവരെ കസ്റ്റഡിയിലെടുത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതേസമയം പിടിച്ചെടുത്ത ബോട്ടുകൾ സുരക്ഷിതമായി തുറമുഖത്തേക്ക് മാറ്റിയതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. താനും കൂട്ടുകാരും സുരക്ഷിതരും ആരോഗ്യവാന്മാരുമാണെന്ന് തുൻബെർഗ് എക്സിൽ കുറിച്ചു. അതിനിടെ ഗാസ സ്ട്രിപ്പിനെയും ഇസ്രായേലിനെയും ബന്ധിപ്പിക്കുന്ന നെറ്റ്സാരിം ഇടനാഴി ഇസ്രായേൽ സൈന്യം വളഞ്ഞു. അവശേഷിക്കുന്ന ജനങ്ങൾ ഗാസ വിട്ടു പോകണമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകി. ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്നലെ മാത്രം 65 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഗാസ നഗരം പൂർണ്ണമായി പിടിച്ചെടുക്കാനാണ് ഇസ്രായേലിന്റെ നീക്കം. ഇതിന്റെ ഭാഗമായി നഗരത്തിലേക്കുള്ള റോഡുകൾ ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യം അടച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്കിൻ പ്ലോട്ട്